ഹായ് ഫ്രണ്ട്സ്, മെക് പി എസ് സി ഡെയിലി 10 സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പി എസ് സി മുൻ വർഷങ്ങളിൽ ചോദിച്ചതും ഇനി ചോദിക്കാൻ പോകുന്നതുമായ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഈ ഒരു സീരീസിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സീരീസിലെ പാർട്ട് 9 വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ് ഈസ് നോട്ട് യൂസ്ഡ് ഫോർ ഒബ്റ്റൈനിങ് ദ ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ഓഫ് എ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം? അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് വരുന്നത് നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ്, ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ്, മോഡിഫൈഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് ആൻഡ് ലാസ്റ്റ് വൺ വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ്. അപ്പോൾ ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ, അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യാത്ത മെത്തേഡ്. അപ്പോൾ ഇവിടെ മോഡിഫൈഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാം. അപ്പോൾ അത് ഇനീഷ്യൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാനല്ല, ഇനീഷ്യൽ സൊല്യൂഷൻ കണ്ടുപിടിച്ചതിന് ശേഷം അതിനെ വീണ്ടും ഒപ്റ്റിമൽ സൊല്യൂഷൻ ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോഡിഫൈഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കി മൂന്നും നോർത്ത് വെസ്റ്റ് ആയാലും ലീസ്റ്റ് കോസ്റ്റ്, വോഗൽസ് അപ്രോക്സിമേഷൻ, അതെല്ലാം ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആയിട്ടുള്ള മോഡിഫൈഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ റെക്കോർഡ് ഷോയിങ് റിസീപ്റ്റ്, ഇഷ്യൂ ആൻഡ് ഫിസിക്കൽ ബാലൻസ് ഓഫ് മെറ്റീരിയൽസ് along with the maximum and minimum quantity to be held in stock and reorder level is called. അപ്പോൾ ഇവിടെ സ്റ്റോക്കൊക്കെ കീപ്പ് ചെയ്യുന്ന ഒരു കാർഡ്, ആ കാർഡിനെ നമ്മൾ വിളിക്കുക ബിൻ കാർഡ് ആണ്. ഇപ്പോൾ ബിൽ ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് അത് ഒരു ഡ്രോയിങ്ങിലൊക്കെ നമ്മൾ മെറ്റീരിയൽസിനൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ചാർട്ടാണ്. അപ്പോൾ മാസ്റ്റർ ഷെഡ്യൂൾ എന്ന് പറയുന്നത് ആ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സ് അറേഞ്ച്മെൻറ്റിൻ്റെ ഓർഡറിനൊക്കെയാണ്. അപ്പോൾ ബ്രേക്ക് ഇവൻ ചാർട്ട് എന്ന് പറയുന്നത് ഒരു ഒപ്റ്റിമം പോയിൻ്റ്, പ്രോഫിറ്റും ലോസും ഒന്നും ഇല്ലാത്ത ഒരു ഒപ്റ്റിമം പോയിൻ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എ റെക്കോർഡ് ഷോയിങ് റെസിപ്റ്റ്, ഇഷ്യൂ ആൻഡ് ഫിസിക്കൽ ബാലൻസ് ഓഫ് മെറ്റീരിയൽസ്. അപ്പോൾ അത് സ്റ്റോറേജ് യൂണിറ്റിലൊക്കെ ആ ഒരു സ്റ്റോറേജ് യൂണിറ്റിൽ എത്ര ബാലൻസ് ഉണ്ട് മെറ്റീരിയൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ബിൻ കാർഡാണ് യൂസ് ചെയ്യുന്നത്. ഇവിടുത്തെ ആൻസർ വരുന്നത് ബിൻ കാർഡ്. ദ നെക്സ്റ്റ് വൺ, ദ പ്രൊഡക്ഷൻ സിസ്റ്റം വിച്ച് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ സ്മോൾ പ്രൊഡക്ഷൻ ലോട്ട് സൈസ് ആൻഡ് ഹൈ പ്രൊഡക്റ്റ് വെറൈറ്റി. ഇവിടെ സ്മോൾ പ്രൊഡക്ഷൻ ലോട്ട് സൈസും ഹൈ പ്രൊഡക്റ്റ് വെറൈറ്റിയും വരുന്നത് ഏത് ടൈപ്പ് പ്രൊഡക്ഷനിലാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് വരുന്നത് ജോബ് ഓർഡർ പ്രൊഡക്ഷൻ, മാസ് പ്രൊഡക്ഷൻ, ഫ്ലോ പ്രൊഡക്ഷൻ, ബാച്ച് ഓർഡർ പ്രൊഡക്ഷൻ. അപ്പോൾ ഇവിടെ മാസ് പ്രൊഡക്ഷൻ ആവുന്ന സമയത്ത് നമുക്ക് ബാച്ച് സൈസ് കൂടുതലായിരിക്കും, അപ്പോൾ അത് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. ബാച്ച് ഓർഡർ ആകുമ്പോൾ ഒരു പർട്ടിക്കുലർ ബാച്ച് വേണം, അപ്പോൾ സിമിലർ പ്രൊഡക്റ്റ് തന്നെ ഒരു പർട്ടിക്കുലർ ബാച്ചായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ പ്രൊഡക്റ്റ് വെറൈറ്റി കുറവായിരിക്കും. അപ്പോൾ ഫ്ലോയും മാസും ഓൾമോസ്റ്റ് സിമിലർ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രൊഡക്റ്റ് വെറൈറ്റി ഏറ്റവും കൂടുതൽ വരുന്നത് ജോബ് ഓർഡർ പ്രൊഡക്ഷനിലാണ്. അതേപോലെ പ്രൊഡക്ഷൻ ക്വാണ്ടിറ്റി കുറവ് വരുന്നതും ജോബ് ഓർഡർ പ്രൊഡക്ഷനിലാണ്. അപ്പോൾ അതിന് എക്സാമ്പിളാണ് നമ്മൾ ഷിപ്പ് യാർഡ്, അതേപോലുള്ള സംഭവങ്ങളൊക്കെ. അപ്പോൾ അവിടെയൊക്കെ അതേപോലുള്ള സ്ഥലങ്ങളിലൊക്കെ എന്തായിരിക്കും, വെറൈറ്റി ജോബ്സ് ആയിരിക്കും ചെയ്യുന്നത്. ഒരു പർട്ടിക്കുലർ ജോബ്, പലതരത്തിലുള്ള ജോബ് നമുക്ക് ചെയ്യാം ഒരു ഷോപ്പിൻ്റെ ഉള്ളിൽ വെച്ചിട്ട്. അപ്പോൾ അതൊരു അങ്ങനെയുള്ളൊരു സിസ്റ്റമാണ് ജോബ് ഓർഡർ പ്രൊഡക്ഷൻ സിസ്റ്റം. അപ്പോൾ അവിടെ നമുക്ക് സ്മോൾ പ്രൊഡക്ഷൻ ആയിരിക്കും, അപ്പോൾ ഒരു യൂണിറ്റൊക്കെ ഉണ്ടാവുള്ളൂ. കൂടാതെ പ്രൊഡക്റ്റ് വെറൈറ്റി, പല തരത്തിലുള്ള പ്രൊഡക്റ്റുകളും നമുക്ക് ചെയ്യാൻ പറ്റും. ദ നെക്സ്റ്റ് വൺ, ഐഡൻറ്റിഫൈ ദ തെർബ്ലിക് ഇൻഡിക്കേറ്റഡ് ബൈ സിമ്പിൾ. ഇപ്പോൾ ഇവിടെ സിമ്പിൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ സിമോ ചാർട്ടിൽ യൂസ് ചെയ്യുന്ന സിമ്പിൾസാണ് തെർബ്ലിക്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ തെർബ്ലിക് സിമ്പിൾസിൻ്റെ ഒരു ചാർട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇത് ഈ അടുത്ത കാലത്തായിട്ട് പി എസ് സി ചോദിക്കാൻ തുടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനു മുമ്പൊക്കെ പ്രോസസ് ചാർട്ട് സിമ്പിൾസൊക്കെ ആയിരുന്നു ചോദിക്കാറ്. ഈ ഒരു 2021 ഇപ്പോൾ ഈ ഒരു തെർബ്ലിക് സിമ്പിൾസിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് എല്ലാവരും ഓർത്ത് വെക്കുക. ഇവിടെ സെർച്ച്, ഇൻസ്പെക്റ്റ്, ഫൈൻഡ്, സെലക്ട്, ഗ്രാസ്പ്. അപ്പോൾ നമുക്കിവിടെ സെലക്റ്റിൻ്റെ സിമ്പിൾ കാണാം. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഹാഷ് സിമ്പിളാണ്. അപ്പോൾ അസംബിളാണ് അതിൻ്റെ ആൻസർ വരുന്നത്, ഹാഷ് സിമ്പിൾ. ഹോൾഡിൻ്റെ സിമ്പിൾ വരുന്നത്
പിന്നെ വരുന്നത് റിലീസ് ലോഡ്. അപ്പോൾ നമുക്കിവിടെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സിമ്പിൾസ് അറേഞ്ച്മെൻ്റാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ഹാഷ് സിമ്പിൾ വരുന്നത് അസംബ്ലിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ വരുന്നത് അസംബിൾ ആണ്. ദ നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ പ്രോസസ് ചാർട്ട് സിമ്പിൾസ് ഇൻഡിക്കേറ്റ്സ് സ്റ്റോറേജ്. അപ്പോൾ സ്റ്റോറേജിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പ്രോസസ് ചാർട്ട് സിമ്പിൾസ് ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ ഇവിടെ പ്രോസസ് ചാർട്ട് സിമ്പിൾസിൻ്റെ ഒരു ചാർട്ടും കാണിക്കുന്നുണ്ട്. ഓപ്പറേഷൻ ആവുമ്പോൾ അത് സർക്കുലർ സിമ്പറിലും, ഇൻസ്പെക്ഷൻ റെക്റ്റാങ്കിൾ, ട്രാൻസ്പോർട്ട് ആകുമ്പോൾ ആരോ, ഡിലേ ഓർ സ്റ്റോറേജ് ടെമ്പററി സ്റ്റോറേജ് വരുന്ന സമയത്ത് ഈ ഒരു സിമ്പിളാണ് ഡിലേ, അത് ഓർത്ത് വെക്കുക. സ്റ്റോറേജ് ആകുമ്പോൾ നമുക്ക് ട്രയാങ്കിളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സ്റ്റോറേജിന് ലാസ്റ്റ് ഓപ്ഷനായിട്ടുള്ള ട്രയാങ്കിളാണ് യൂസ് ചെയ്യുന്നത്. ദ നെക്സ്റ്റ് വൺ, which of the following rule does not form a part of principle of motion economy. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് മോഷൻ എക്കണോമിയിൽ പാർട്ടാവാത്ത ആ ഒരു റൂൾ ഏതാണെന്നാണ്. അപ്പോൾ നമുക്കിവിടെ റൂൾസ് നോക്കാം. ബോത്ത് ഹാൻഡ്സ് ഷുഡ് ബി യൂസ്ഡ് ഫോർ പ്രൊഡക്റ്റീവ് വർക്ക്. ദ നെക്സ്റ്റ് വൺ, മൂവ്മെൻറ്റ്സ് ഓഫ് ഹാൻഡ്സ് ആൻഡ് ആംസ് ഷുഡ് ബി സൈമുൾട്ടേനിയസ്, സിമെട്രിക്കൽ and opposite. The third one, the workpiece and workplace should not have color contrast. And the last one, two or more tools should be combined if possible. സോ ഇവിടെ ഓപ്ഷൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ എ, ബോത്ത് ഹാൻഡ്സ് പ്രൊഡക്റ്റീവ് വർക്കിന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എക്കണോമി കൂടുന്നതായി കാണാം. അതേപോലെ മൂവ്മെൻറ്റ് ഓഫ് ആംസും ഹാൻഡ്സും ഒക്കെ സിമെട്രിക്കൽ ഓപ്പോസിറ്റൊക്കെ ആയി കഴിഞ്ഞാലും നമുക്ക് മോഷൻ എക്കണോമിയിൽ അത് വേരിയേഷൻസ് വരുത്താം. തേർഡ് ഓപ്ഷൻ ആയിട്ടുള്ള ഒരു കളർ കോൺട്രാസ്റ്റ്, ആ ഒരു ഓപ്ഷൻ നമുക്ക് എൻ്റെ ലാസ്റ്റ് ഓപ്ഷനും കൂടി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ടു ഓർ മോർ ടൂൾസ് ഷുഡ് ബി കമ്പൈൻഡ് ഇഫ് പോസിബിൾ. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാലും മോഷൻ എക്കണോമീനെ റിലേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കളറ് എന്നുള്ളത് ആ ഒരു മോഷൻ എക്കണോമിയായിട്ട് റിലേറ്റ് ചെയ്യാത്തൊരു ഫാക്ടറാണ്. സോ അതന്നെ, അതുകൊണ്ട് നമുക്കിവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. അപ്പോൾ ആ ഒരു കളർ കോൺട്രാസ്റ്റ് മോഷൻ എക്കണോമിയായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വലിയ പ്രിൻസിപ്പിൾസ് പാർട്ടായിട്ട് അത് എഫക്റ്റ് ചെയ്യുന്നില്ല. സോ അവിടെ ഓപ്ഷൻ സി ആൻസർ വന്നു. ദ നെക്സ്റ്റ് വൺ, വിച്ച് അമോങ് ദ ഫോളോയിങ് കൺട്രോൾ ചാർട്ട് ഈസ് യൂസ്ഡ് ഫോർ വാരിയബിൾസ്. അപ്പോൾ വാരിയബിൾസിന് യൂസ് ചെയ്യുന്ന കൺട്രോൾ ചാർട്ട് ഏതെന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കൺട്രോൾ ചാർട്ടിൻ്റെ ഒരു ടേബിൾ കാണാം. അപ്പോൾ ഇവിടെ വാരിയബിൾസ്, ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞ് രണ്ട് രീതിയിൽ അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വാരിയബിൾസിന് വേണ്ടിയിട്ട് എക്സ് ബാർ ചാർട്ടും റേഞ്ച് ചാർട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആട്രിബ്യൂട്ട്സിന് വേണ്ടിയിട്ട് പി ചാർട്ട്, എൻ പി ചാർട്ട്, സി ചാർട്ട്, യു ചാർട്ട്, അങ്ങനെയുള്ള ചാർട്ടുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ വാരിയബിൾ ചാർട്ടിന് വേണ്ടിയിട്ട് ഓപ്ഷൻസ് ആർ ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എക്സ് ബാർ ആണ് അതിൻ്റെ കൂടെ വരാവുന്ന ഒരു ഓപ്ഷൻ. അതില്ലാത്തത് കൊണ്ട് നമുക്കിവിടെ ആൻസർ വരുന്നത് ആർ ചാർട്ടാണ്. ദ നെക്സ്റ്റ് വൺ, ഫോർ an asymmetrical distribution, the relationship between mean, median and mode is given by. ഇപ്പോൾ ഈ ഒരു ഫോർമുല എല്ലാവരും ഓർത്ത് വെക്കുക. ഓപ്ഷൻ ബി ആണ് വരുന്നത്. മോഡ് ഈസ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ. അപ്പോൾ ആ ഒരു അസിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആവുന്ന സമയത്ത് മോഡിൻ്റെ ഇക്വേഷൻ വരുന്നു. മോഡ് ഈസ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീനാണ് വരിക. അപ്പോൾ അത് ഓർത്ത് വെക്കുക. ദ നെക്സ്റ്റ് വൺ, വിത്ത് റെഫറൻസ് ടു ഊളേഴ്സ് ഇക്വേഷൻ ഫോർ ക്രിപ്പിംഗ് ലോഡ്, ദ റിലേഷൻ ബിറ്റ്വീൻ എഫക്റ്റീവ് ലെങ്ത് ആൻഡ് ആക്ച്വൽ ലെങ്ത്. അപ്പോൾ എഫക്റ്റീവ് ലെങ്ത് ക്യാപിറ്റൽ ലെറ്റർ എൽ, ആക്ച്വൽ ലെങ്ത് സ്മോൾ ലെറ്റർ എൽ ഫോർ എ കോളം വിത്ത് വൺ എൻഡ് ഫിക്സഡ് ആൻഡ് അതർ എൻഡ് ഹിഞ്ച്ഡ് ഈസ്. അപ്പോൾ ഈ ഒരു കണ്ടീഷനും എല്ലാവരും ഓർത്ത് വെക്കുക. അപ്പോൾ ഇവിടെ എഫക്റ്റീവ് ലെങ്ത് എൽ ഈസ് ഈക്വൽ ടു ആക്ച്വൽ ലെങ്ത് ബൈ √2, അതായത് എൽ ഈസ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ എൽ ബൈ √2 ആണ് ആൻസർ വരുന്നത്. അപ്പോൾ ക്രിപ്പിംഗ് ലോഡിൻ്റെ കണ്ടീഷൻ കോളത്തിൻ്റെ ചാപ്റ്ററിലൊക്കെ പോയിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ എല്ലാവരും ഓർത്ത് വെക്കുക. അപ്പോൾ ഇത് മിക്കവാറും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതെല്ലാവരും ഓർത്ത് വെക്കുക. ദെൻ ദ ലാസ്റ്റ് വൺ, ദ ഹൈഡ്രോളിക് സർക്യൂട്ട്
in which the flow control valve is used to divert the fluid to the reservoir is. ഹൈഡ്രോളിക് സർക്യൂട്ടിൽ ഫ്ലോ കൺട്രോൾ വാൽവ്, വിച്ച് ഫ്ലോ കൺട്രോൾ വാൽവ്, ഏത് ഫ്ലോ കൺട്രോൾ വാൽവാണ് യൂസ് ചെയ്യുന്നത് എങ്ങോട്ടേക്ക്? ഡൈവേർട്ട് ദ ഫ്ലൂയിഡ് ടു റിസർവോയറിലേക്ക്. അപ്പോൾ റിസർവോയറിലേക്ക് ഫ്ലൂയിഡിനെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫ്ലോ സർക്യൂട്ട് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മീറ്റർ ഇൻ സർക്യൂട്ടും മീറ്റർ ഔട്ട് സർക്യൂട്ട്. അപ്പോൾ അത് ഫ്ലൂയിഡ് ഫ്ലോയുടെ ക്വാണ്ടിറ്റി കൺട്രോളിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ആക്ച്വേറ്ററിലേക്കൊക്കെ പോകുന്ന ആ ഒരു ഫ്ലോ എത്ര എമൗണ്ട് വേണമെന്ന് തീരുമാനിക്കുന്നതൊക്കെ ഈ ഒരു മീറ്റർ ഇൻ സർക്യൂട്ട് മീറ്റർ ഔട്ട് സർക്യൂട്ടുമാണ്. സോ അതേപോലെ സീക്വൻസ് സർക്യൂട്ട് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഓർഡറിൽ ആ ഒരു സിസ്റ്റത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ആവശ്യമുള്ള സീക്വൻസിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അത് സഹായിക്കും. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആയിട്ടുള്ള ബ്ലീഡ് ഓഫ് കൺട്രോൾ സർക്യൂട്ട് ഉണ്ട്. അപ്പോൾ ആ ഒരു ബ്ലീഡ് ഓഫ് കൺട്രോൾ സർക്യൂട്ടാണ് റിസർവോയറിലേക്ക് ഫ്ലൂയിഡിനെ ഡൈവേർട്ട് ചെയ്യുന്ന ഹൈഡ്രോളിക് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ സീരീസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ കീപ് വാച്ചിങ്. താങ്ക് യു.